ഇത് നാൻസി ഫ്രം ഗാർഡൻ ലൈഫ് മൈ ലൈഫ്. ഡിസംബർ മാസത്തിലെ ക്രിസ്മസിൻ്റെ സന്തോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അകത്തെ അലങ്കാരങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങൾ പുറത്തും കുറച്ച് ലൈറ്റുകളും ചെറിയ അല്ലെങ്കിൽ കുറച്ച് ഡെക്കറേഷനുകളും വെച്ചിട്ടുണ്ട്. അകത്തെ അലങ്കാരങ്ങളുടെ ഡെക്കറേഷൻസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുറത്തെ ഡെക്കറേഷൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റെയിൻഡിയറും ഈ സ്ലേയുമാണ്. എല്ലാവർക്കും റെയിൻഡിയറിൻ്റെയും സ്ലേയുടെയൊക്കെ ആ ഒരു സ്റ്റോറി അറിയാമല്ലോ. അതായത് ക്രിസ്മസ് തലേന്ന് 24-ാം തീയതി വൈകിട്ട് രാത്രിയോടുകൂടി നമ്മുടെ സാന്റാക്ലോസ് ഈ സ്ലേയിലാണ് സമ്മാനപ്പൊതികളുമായിട്ട് ഓരോ വീടുകളിലും എത്തുന്നത്. അപ്പോൾ ആ സ്ലേ വലിക്കാനായിട്ട് സഹായിക്കുന്നതാണ് റെയിൻഡിയർ. മെയിനായിട്ട് 8 റെയിൻഡിയറാണ് പറയുന്നത്. ഇതിൽ ഈ റെയിൻഡിയർ കോമറ്റ് എന്ന് പറയുന്ന റെയിൻഡിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത്ര അറിയത്തില്ല. സാധാരണ കോമറ്റ് എന്ന് പറയുന്ന റെയിൻഡിയറാണ് കൊച്ചു കുട്ടികളോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളത്. അതായത് അവർ ചെന്ന് പാറ്റ് ചെയ്യുമ്പോഴും അവർ റെയിൻഡിയറിൻ്റെ അടുത്ത് നിന്ന് കളിപ്പിക്കാൻ ചെല്ലുമ്പം വളരെ ശാന്തനായിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നത് കോമറ്റാണ്. അതുകൊണ്ട് ഇത് കോമറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പം ഈ റെയിൻഡിയർ അവർക്ക് ഏകദേശം ഫ്ലൈ ചെയ്ത് വരാമെന്നാണ് അവർ പറയുന്നത്. അതായത് നോർത്ത് പോളിൽ നിന്നൊക്കെ വരുമ്പോൾ മേളിൽ കൂടെ പറന്ന് ഇത്രയും റെയിൻഡിയർ ഈ സ്ലേയും വലിച്ച്, അതായത് ഈ ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും സമ്മാനപ്പൊതികൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്ലേക്കകത്ത് നമ്മുടെ സാന്റ എവിടെ ഇരിക്കും, ബാക്കി റെയിൻഡിയർ 8 പേര് മെയിനായിട്ടെന്ന് ഞാൻ പറഞ്ഞവർ അവരെല്ലാവരും കൂടെ നമ്മുടെ ഈ ഭൂമി, ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് എല്ലാ വീടുകളിലും സമ്മാനപ്പൊതികൾ കൊടുക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവർ ആ ചിമ്മിനി കൂടെ സാന്റാക്ലോസ് അകത്ത് കയറുമെന്ന് പറഞ്ഞത്. അതാണ് ഈ ശരിക്കുള്ള ഈ റെയിൻഡിയറിൻ്റെയും ഈ സ്ലേയുടെയും സ്റ്റോറി. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിന് എല്ലായിടത്തും തന്നെ ഒത്തിരി പേര് ഈ ഒരു ഡെക്കറേഷൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഈ മേടിച്ചത് ഈ റെയിൻഡിയറും ഈ സ്ലേയും ഞാൻ കഴിഞ്ഞ വർഷം കോസ്കോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ ഈ സ്റ്റോറി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാനിത് നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വലുത് വേണ്ടായിരുന്നു. ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളറും ഈ കളേഴ്സും എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കോസ്കോയിൽ ചെന്നപ്പം അവിടെ ഇതിരിക്കുന്ന കണ്ടു. ഞാനിത് കണ്ടപാടെ കാണാത്ത പാടെ എന്ന് പറയുന്ന പോലെ അത് അപ്പോഴേ എടുത്ത് ഞാൻ എൻ്റെ കാട്ടിലാക്കി. പക്ഷേ മേടിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയിലെടുത്ത് വന്നപ്പോൾ അതിനകത്ത് എനിക്ക് വെക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് തന്നെ അതങ്ങോട്ട് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരും തന്നെ അവിടെ ഹെൽപ്പിനൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് അന്ന് പോയത്. എങ്കിലും നമ്മുടെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞാനത് വണ്ടിയെ കയറ്റി ഇവിടെ എത്തിച്ചു. ഒന്നും പൊട്ടിയൊന്നും പോയില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണല്ലോ അത് വലിച്ച് കയറ്റി. അപ്പോൾ അതാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതിൻ്റെ സ്റ്റോറി. പക്ഷേ ഇത് നല്ലൊരു സെറ്റാണ്. ഇപ്പം ഞങ്ങളിത് 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം മുഴുവൻ ഇവിടെ ഇരുന്നതാണ്. കാറ്റ്, മഴ, വെയിൽ എന്ത് വന്നാലും അതിനൊരു കുഴപ്പവും വരികയില്ല. ഒത്തിരി ലൈറ്റും ഉണ്ട്. ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ഇപ്പോൾ പകലായതുകൊണ്ട് നന്നായിട്ട് കാണത്തില്ലല്ലോ. രാത്രി കാണിക്കുമ്പം നിങ്ങൾക്കിത് കൂടുതലായിട്ട് അത് നല്ലപോലെ മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു നടപ്പാത, ഈ ഒരു വരിയിലൂടെ ഞങ്ങൾ കുറേ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതിരിക്കും. ഇത് രാത്രിയിൽ ഇത് കത്തുമ്പം നമ്മൾ തിരി കത്തിച്ച പോലെയോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ദീപങ്ങളിരിക്കുന്ന പോലെ തോന്നും. അതായത് ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്നതാണ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു വയറയിലാണ് ഇങ്ങനെ പല പല ലൈറ്റുകൾ. അപ്പം നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ടുള്ള ഈ ഗ്രൗണ്ട് സ്റ്റേക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിലോട്ട് നമ്മൾ ഈ ലൈറ്റ് വെറുതെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞങ്ങളിത് വെച്ചത് ഞങ്ങളുടെ താങ്ക്സ് ഗിവിങ്, അതായത് നവംബർ അവസാനത്തെ ആഴ്ചയിൽ ഞങ്ങളും, അതായത് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും, ഞങ്ങൾ 5 പേരും കൂടിയാണ് ഈ ലൈറ്റുകളെല്ലാം തന്നെ ഇവിടെ കുത്തിയത്. ഇപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ ഏൽപ്പിച്ചു. അതായത് എൻ്റെ മോനൊക്കെ അതിൻ്റെ സ്റ്റേക്ക് ഓരോ സ്ഥലത്തും കൊണ്ടിടുന്നു, ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, പിന്നെ ഓരോരുത്തരത് കുത്തി വെക്കുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ കുറേ ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലെ ആ ഗാർഡൻ ഫുൾ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഈ ലൈറ്റുകൾ ഞങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം രീതിയിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും തന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണാമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ 3 റെഡ്, അത് ക്യാൻഡി കെയിൻ ലൈറ്റുകളാണ്. ഇത് കൂടുതൽ ഈ ക്യാൻഡി കെയിനൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് ഞങ്ങളത് ഈ വർഷവും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻഡി കെയിന്. പിന്നെ ഈ കാണുന്ന ചെറിയ മാഗ്നോളിയ ട്രീയെ കൂടെ കുറച്ച് ലൈറ്റുകൾ
ഒരു സ്പാർക്ലിംഗ് ആയിട്ടുള്ള കുറേ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു 3-4 വർഷമായി അത് മേടിച്ചിട്ട്. അതെനിക്ക് ഹോം ഡിപ്പോയിൽ നിന്നാണ് തോന്നുന്നത്, ഞാൻ തന്നെ മറന്നു, അല്ലെങ്കിൽ വാൾമാർട്ട്. ഈ 2 കടയിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ ലൈറ്റുകളൊക്കെ മേടിക്കുന്നത്. പക്ഷേ ഈ കുത്തി വെച്ചിരിക്കുന്ന ലൈറ്റുകളെല്ലാം മേടിച്ചിരിക്കുന്നത് ഹോം ഡിപ്പോയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലും കാണുന്നത് ആ സെയിം തന്നെ ആ ഒരു സ്പാർക്ലിംഗ് ലൈറ്റ് പോലുള്ളത് ഈ മഗ്നോളിയ ട്രീയിലുണ്ട്. പിന്നെ അവിടെ റെഡ് ക്യാൻഡി കെയിന് പകരം ഇവിടെ ഗ്രീൻ ക്യാൻഡി കെയിൻ വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ചെറിയ ലൈറ്റുകൾ കുത്തി വെച്ചിരിക്കുന്നതെന്ന്, അത് ഈ റൗണ്ട് മുഴുവൻ കുത്തി വെച്ചിരിക്കുകയാണ്. പിന്നുള്ളത് ഈ മരത്തിൻ്റെ താഴെയായിട്ട് ബി മെറി എന്നുള്ളൊരു ചെറിയ യാർഡ് സൈനും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് മറ്റേ സൈഡിൽ ആ ഒരു റെയിൻഡിയറും സ്ലേവ് ആയിരുന്നു. ഞങ്ങൾ ഈ സൈഡിൽ ഒരു ഏഞ്ചൽ, ഒരു മാലാഖയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കടയിൽ പോയി നോക്കിയത് ഒരു നേറ്റിവിറ്റി നമ്മുടെ ഔസ്യപിതാവിൻ്റെയും ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും കൊണ്ടുള്ളൊരു സെറ്റ് കിട്ടാനായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഈ മാലാഖ കണ്ടപ്പം അത് നന്നായിട്ട് തോന്നിയുകൊണ്ട് അത് മേടിച്ചു. അതിലൊരു സ്റ്റാറൊക്കെ ഉള്ളതാണ്. എനിക്ക് ക്രിസ്മസിൻ്റെ ആകുമ്പം ഇച്ചിരിയും കൂടെ ഒരു സ്റ്റാറും മാലാഖയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മേടിച്ചു. ഇത് മേടിച്ച് വെച്ചിട്ട് ഞങ്ങളിത് ഈ വർഷം മേടിച്ചതാണ്. ഇത് ഹോം ഡിപ്പോയിൽ നിന്ന് മേടിച്ചതാണ്. മേടിച്ച് ഞങ്ങളന്ന് ഒരു വെള്ളിയാഴ്ച, അതായത് താങ്ക്സ് ഗിവിങ്ങിൻ്റെ പിറ്റേ ദിവസം ആണ് ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. കുറേ സമയം എടുത്തു. ഇത് കുറച്ച് ഒരു 5-6 പീസസ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഓരോരുത്തരും ഓരോ ഭാഗം സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഇതൊരു ഭാഗം, പിന്നെ ഇവിടെ ഒരു ഭാഗം, പിന്നെ ഇതിൻ്റെ വിങ്സ് വേറെ, അതിൻ്റെ ക്രൗൺ വേറെ, പിന്നെ അതിൻ്റെ ഹെയർ വേറെ, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. അതെല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്ത് വെച്ചതാണിത്. പക്ഷെ ഇത് രാത്രിയിൽ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ക്രിസ്മസിന് പറ്റിയൊരു തീമാണിത്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പം കാണുകയല്ല, അല്ല അതിന് മുമ്പേ വേറെ ഞങ്ങൾ ഇവിടെയുള്ള ബുഷിലൊക്കെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചില്ല. ഈ ബുഷിലൊക്കെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് നെറ്റ് ലൈറ്റ് എന്ന് പറയും. ക്ലിയർ ആയിട്ടുള്ള ലൈറ്റുകളാണ് കേട്ടോ ഞങ്ങൾ മുഴുവൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ആ മുഴുവൻ ഉള്ള ബുഷയിലും ആ നെറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ക്ലിയർ ലൈറ്റുകൾ. ഞങ്ങൾ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പുള്ള വർഷം വരെ ഞങ്ങൾ ഇച്ചിരി മൾട്ടി കളർ ലൈറ്റായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് മൾട്ടി കളർ കാട്ടിൽ ഇപ്പം ഇച്ചിരി കൂടെ ഒരു ക്ലിയർ ലൈറ്റിൻ്റെ ഇഷ്ടമൊന്നും പിന്നെ അതിൻ്റെ ഒരു ട്രെൻഡും ആയതുകൊണ്ട് മറ്റേ മൾട്ടി കളറെല്ലാം മാറ്റിയിട്ട് എല്ലാം ക്ലിയർ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും ക്ലിയർ ലൈറ്റിൽ കാണുന്ന ചെറിയ വിളക്ക് പോലെ കാണുന്നതും എല്ലാം തന്നെ ക്ലിയർ ലൈറ്റാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വീടിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നതാണ് ഈ വീടിൽ കൂടി ഇതിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തതല്ല, വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യിച്ചതാണ്. നമുക്ക് തന്നെ അത്രയും മേളിക്കറി ചെയ്യാൻ പറ്റുകയില്ല. അതും ഈ സെയിം തന്നെ ക്ലിയർ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലുള്ള മെറി ക്രിസ്മസ് എന്നും പിന്നെ ലെറ്റ് ഇറ്റ് സ്നോ എന്നുള്ളതും വെച്ചിട്ടുണ്ട്. ഈ ലെറ്റ് ഇറ്റ് സ്നോ എന്നുള്ള സൈൻ ഞാൻ വെച്ചിരിക്കുന്നത് ഈ ചട്ടിക്കകത്തോട്ട് ഇത് നമുക്ക് കുത്തിവെക്കാമെന്നാണ്. ഇത് വാൾമാർട്ടിൽ നിന്നും ഒക്കെ മേടിക്കാൻ കിട്ടും. അതിങ്ങനെ ഞാൻ വെറുതെ ഉള്ള ചെടികളുടെ ഇടയ്ക്കോട്ട് അതങ്ങ് കുത്തി വെച്ചിരിക്കുകയാണ്. പിന്നുള്ളത് ഈ സൈഡിലായിട്ട് നമ്മുടെ സാന്റ എല്ലാവർക്കും ക്രിസ്മസ് വിഷസ് തരുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത്. അതാണ് ഇവിടെ ഈ ഹോൾവേയിൽ തന്നെ അല്ലെങ്കിൽ വീടിനകത്തോട്ട് കയറുന്നതിൻ്റെ തൊട്ട് വാതിക്കലിരിക്കുന്ന 2 സാധനങ്ങൾ. അപ്പം അകത്തേക്ക് വന്നു. ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഞാനതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എന്നോട് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തു ഇതിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൽ ഇട്ടിരിക്കുന്ന ഡെക്കറേഷൻസ് ഒന്ന് കാണണമെന്ന്. ഞാനന്ന് പറഞ്ഞത് ഞങ്ങൾ ബ്ലൂവും സിൽവറും കൂടെയുള്ള തീമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള ലൈറ്റല്ല ഓർണമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മേടിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഷാറ്റർ പ്രൂഫ്, അതായത് താഴെ വീണാൽ പൊട്ടാത്തത്. പണ്ട് എനിക്കറിയാം മക്കൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും അവരേതെടുത്താലും അത് താഴെ ഇട്ട് പൊട്ടിക്കുമായിരുന്നു. എന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഷാറ്റർ പ്രൂഫ് മേടിച്ചത്. അപ്പോൾ അത് പൊട്ടുകയില്ല, താഴെ വീണാലും നമ്മുടെ നിന്ന് ആക്സിഡൻ്റായിട്ട് താഴെ വീണാലും അത് പൊട്ടുകയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പിലുള്ളത് പിന്നുള്ളതാണ്. ചിലത് വുഡൻ പീസസ്, ഇച്ചിരി വുഡിൻ്റെയാണ് ഈ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എല്ലാം പല ടൈപ്പിലായിരിക്കണം, പല വലുപ്പത്തിലത് ആണ് നമ്മൾ ഇതിൽ ഇടേണ്ടത്. പിന്നെ ഞാനന്ന് കാണിച്ച് പുതിയൊരു 1-2 അഡീഷനാണ് ജിങ്കിൾ ഓൾ ദ വേ എന്ന്. അത് പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്, അവരുടെ ക്രിസ്മസിൻ്റെ ആയിട്ട്. അപ്പോൾ അതും അവർ ഈ ട്രീയെ കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഈ
വേറെ ഒന്നും തന്നെ സ്പെഷ്യലായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ ഇവർ പ്രീ കെ തൊട്ട് കിൻഡർ കാണുന്നത് പ്രീ സ്കൂള്, പിന്നെ ഈ മെയിൻലി എലമെൻ്ററി സ്കൂളുകളിലും എല്ലാം അവർ ചെയ്യുന്ന ഓരോ ഓർണമെൻറ്റ്സാണ് ഇതിലിട്ടിരിക്കുന്നത്. എല്ലാം വളരെ സ്പെഷ്യലായിട്ടുള്ളത് അതെല്ലാമാണ് ഈ ട്രീയുടെ. പിന്നെയും ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചപ്പോൾ ഇതിൽ ഇത്രയും സമ്മാനപ്പൊതികളില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ എല്ലാം തന്നെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതും ഇവർക്കിത് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മേടിക്കുന്നതാണല്ലോ എല്ലാം ട്രീയുടെ അടിയിലായിരിക്കും വെക്കുന്നത്. അപ്പം ഞങ്ങളിതെല്ലാം തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാവരുടെയും പേരൊക്കെ എഴുതി എല്ലാം തന്നെ വെച്ചിരിക്കുന്നതാണ്. മെയിനായിട്ട് ഇതെല്ലാം ചെയ്തത് എൻ്റെ മോളാണ്. എനിക്കതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ആശ്വാസമായിരുന്നു, വലിയ എളുപ്പമായിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും വറിയുണ്ടായിരുന്നു. അവൾ തന്നെ ഇതെല്ലാം മെഷർമെൻ്റ് എല്ലാം എടുത്ത് എല്ലാം കറക്റ്റായിട്ടെല്ലാം ചെയ്തു. അതാണ് ക്രിസ്മസ് ട്രീയെക്കുറിച്ചുള്ളതും അതിൻ്റെ താഴെ ഇരിക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ള സമ്മാന പൊതികളെക്കുറിച്ച് ഉള്ള വിവരമാണ്. ഞാൻ പകല് ഇവിടുത്തെ ലൈറ്റെല്ലാം കാണിച്ചല്ലോ. ഇതിപ്പം രാത്രിയായി. ഇപ്പോൾ ഇനിയും രാത്രിയിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത്രയായിരുന്നു വീടിൻ്റെത്. ഇനിയിപ്പം ഞങ്ങളുടെ അയൽക്കാരുടെയൊക്കെ വീട്ടിലും കുറേയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ മേളിൽ കൂടെയും പിന്നെ വേറെ കുറച്ച് പേര് അവരുടെ ഫ്രണ്ട് യാർഡിലും നക്ഷത്രമൊക്കെ ആയിട്ട് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റാത്തതാണെങ്കിൽ ഇമെയിൽ ചെയ്യുക. എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്